പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോർജ് മൂലേച്ചാലിൽ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു തുടർച്ചയാണ് ഈ എപ്പിസോഡെന്ന് ആദ്യമേ പറയട്ടെ. മതമെന്നാൽ എന്താണ് എന്നും പുരോഹിത മതങ്ങൾ മതമാണോ എന്നുമുള്ള അന്വേഷണം കൂടുതൽ വ്യാപ്തി തേടുന്ന ഒന്നാണ്. മാത്രമല്ല, മതം എന്ന് കേൾക്കുമ്പോഴേ പുരോഹിത മതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരാധനാലയങ്ങളും അനുഷ്ഠാനങ്ങളും സ്ഥാപനങ്ങളുമൊക്കെയാണ് സ്വതന്ത്ര പുരോഗമന ചിന്തകരുടെ പോലും മനസ്സുകളിലേക്ക് ഓടിയെത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡിനെക്കുറിച്ച് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് മതങ്ങളെയും പുരോഹിത മതങ്ങളെയും വേർതിരിച്ച് കാണാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവുകയുണ്ടായി. അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പലവട്ടം പല വീക്ഷണകോണുകളിൽ നിന്ന് പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് മതങ്ങളെയും പുരോഹിത മതങ്ങളെയും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ സഹായകമാകണം എന്ന ഉദ്ദേശ്യത്തോടെ ഇപ്രകാരം ഒരു തുടർ എപ്പിസോഡ് ചെയ്യുന്നത്. ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. സത്യധ്വനി യൂട്യൂബ് ചാനലിൽ അവതരിപ്പിക്കുന്നത് പോപ്പുലർ അഥവാ ജനപ്രിയ വിഷയങ്ങൾ അല്ലാത്തതിനാൽ സ്വാഭാവികമായും വ്യൂവേഴ്സ് കുറവായിരിക്കും. അതിൽ കുണ്ഠിതമില്ല. പക്ഷേ ഈ ചാനൽ കാണുന്നവരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പ്രതികരണങ്ങൾ നടത്തി ഈ ചാനൽ സജീവമാക്കണമെന്നും കഴിയുന്നത്ര ആൾക്കാർക്ക് വീഡിയോകൾ ഷെയർ ചെയ്യണമെന്നും ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും മറുപടി നൽകാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോകൾ ഒന്നിടപെട്ട വെള്ളിയാഴ്ചകളിൽ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അത് തൊട്ടടുത്ത ദിവസം ആയിപ്പോയേക്കാം. ഇനി വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് പോലെ സ്വതന്ത്രമായി ചിന്തിച്ചു തുടങ്ങുന്ന മനുഷ്യരിലേറെയും മതം എന്ന ആശയത്തിൽ നിന്ന് തന്നെ അകലുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ പുരോഹിത സംഘടിത മതങ്ങൾ ലോകത്ത് വിതച്ച് കൊയ്തുകൊണ്ടിരിക്കുന്ന കെടുതികൾ സ്വതന്ത്രമായി നിരീക്ഷിക്കുന്നവരിൽ ഈ അകൽച്ച സ്വാഭാവികമാണ് താനും. അങ്ങനെ മതത്തിന് തന്നെ പ്രസക്തിയില്ലെന്ന് കരുതപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മതനവീകരണത്തിന് അല്ലെങ്കിൽ സഭാ നവീകരണത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം ലോകമാസകലം വർദ്ധിച്ചു വരികയാണ്. ചുരുക്കത്തിൽ സ്വതന്ത്ര പുരോഗമന മനസ്കരിൽ മതനവീകരണമല്ല, മതനിരാസമാണ് ആവശ്യം എന്നൊരാശയം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം വേരൂന്നിരിക്കുകയാണിപ്പോൾ. ഈ ചിന്തയ്ക്ക് ഉപോത്ബലകമായി സന്തോഷത്തിൻ്റെ മാനദണ്ഡപ്രകാരം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ജനങ്ങളിലേറെയും മതമുക്തരാണ് എന്ന വസ്തുത ചൂണ്ടിക്കാട്ടപ്പെടുന്നു. മതവിശ്വാസികളെക്കാൾ ധാർമ്മിക ബോധവും സാംസ്കാരിക നിലവാരവും യുക്തിവാദികൾക്കും നിരീശ്വരർക്കുമാണെന്നതും ഒരു യാഥാർത്ഥ്യമായി പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം ധാർമ്മികതയുടെയും മൂല്യബോധത്തിൻ്റെയും അടിസ്ഥാനം മതമല്ല എന്നാണല്ലോ. ഈ ചിന്താധാരയുടെ മുന്നോട്ട് പോകുന്തോറും മതങ്ങൾ അതിൽ തന്നെ തിന്മയാണെന്നും അവയിൽ നിന്നും മുക്തി പ്രാപിച്ചാൽ മാത്രമേ മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കാനാകൂ എന്നുമുള്ള ഒരു നിഗമനത്തിൽ മനുഷ്യർ എത്തിച്ചേരുന്നു. മനുഷ്യരെ ഒരുതരം ബൗദ്ധിക നിരീശ്വരത്വത്തിലേക്ക് നയിക്കുന്ന ഈ ചിന്താപഥത്തിൽ നിന്ന് വ്യത്യസ്തമായി മതങ്ങളെ നിരാകരിക്കുകയും ഒപ്പം ആത്മീയതയെ അംഗീകരിക്കുകയും ചെയ്യുന്ന, അതായത് മതാതീത ആത്മീയത, സെക്കുലർ സ്പിരിച്വാലിറ്റി എന്ന ഒരു സങ്കല്പം ഉയർത്തിപ്പിടിക്കുന്ന ചിന്താപ്രസ്ഥാനങ്ങളും ഇന്ന് ലോകത്തിൽ ഉയർന്നു വരുന്നുണ്ട്. രണ്ടായാലും മതം എന്ന ആശയത്തെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണെന്ന് പുരോഗമന മനസ്കരിൽ പൊതുവെ വളർന്നു വരുന്നതെന്ന് കാണാം. ക്രിസ്തുമതസ്ഥർ മാത്രമുണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും മറ്റും പള്ളികൾ കാലിയായിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിലുള്ളതും മനുഷ്യന് മതം ആവശ്യമില്ല എന്ന ആധുനിക മനുഷ്യൻ്റെ വ്യാപകമായി വരുന്ന കാഴ്ചപ്പാടാണെന്ന് കണ്ടെത്താനാകും. ചുരുക്കത്തിൽ ആധുനിക തലമുറ ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന മുഖ്യ ആശയം മനുഷ്യന് ഇന്ന് ആവശ്യം മതമോ മതനവീകരണമോ അല്ലെന്നും മതത്തെ നിരാകരിച്ചും ശാസ്ത്രത്തെ അംഗീകരിച്ചും പുരോഗതിയിലേക്ക് മുന്നേറുകയാണ് വേണ്ടത് എന്നുമാണ്. സാമ്പത്തികമായും സാമൂഹികമായും മനുഷ്യൻ്റെ അവസ്ഥ മെച്ചപ്പെടുന്നതിനനുസരിച്ച് മനുഷ്യന് മതം ഒരു അനാവശ്യ കാര്യമായി മാറുമത്രേ. ഈ ഘട്ടത്തിൽ ഈ സമീപനത്തിലെ ശരിതെറ്റുകളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മതനവീകരണത്തിൽ ഊന്നിയും അതിൽ പ്രതീക്ഷ നട്ടും പ്രവർത്തിക്കുന്നവർക്ക്. ഇവിടെ നമുക്ക് പരിശോധിക്കാനുള്ളത് യുക്തിവാദികളും നിരീശ്വരരും മതാതീത ആത്മീയതയ്ക്കായി നിലകൊള്ളുന്നവരും 1.5 സഹസ്രാബ്ദത്തിലേറെക്കാലം ക്രൈസ്തവ മുഹമ്മദരെ ചാർത്തി നിന്നിരുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭൂരിപക്ഷം പേരും വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മതങ്ങൾ ഏത് തരത്തിൽപ്പെട്ടവയാണ് എന്നതാണ്. അപ്പോൾ കാണാം, അവയെല്ലാം പുരോഹിതരും മതപണ്ഡിതരെന്ന് അവകാശപ്പെടുന്നവരും ചേർന്ന് രൂപം കൊടുത്ത സംഘടിത മതങ്ങൾ മാത്രമാണെന്ന്. യഥാർത്ഥ മതങ്ങളെ, ദർശനങ്ങളെ അവരാരും സ്പർശിക്കുന്നു പോലുമില്ല. അവരെല്ലാം മതമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരോഹിത സംഘടിത മതങ്ങളെ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവ മതങ്ങളല്ലെന്നും മതവിരുദ്ധ പ്രസ്ഥാനങ്ങളാണെന്നുമായിരുന്നു എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലെ പ്രമേയം തന്നെ എന്ന് ഓർക്കുമല്ലോ. ആ ഓർമ്മ പുതുക്കാൻ മതത്തിൻ്റെ നിർവചനമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ ചുരുക്കമായി പറയട്ടെ. എന്താണ് മതം എന്ന ചോദ്യത്തിന്
മനുഷ്യൻ്റെ വിശേഷബുദ്ധിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. വിശേഷബുദ്ധി എന്നാൽ സ്വയം ബോധമാണ്, തൻ്റെ അസ്തിത്വത്തെപ്പറ്റിയുള്ള അവബോധമാണ്. താൻ ഉണ്ട് എന്ന ഈ അവബോധത്തിൽ നിന്ന് താൻ ആര് എന്ന അടിസ്ഥാനപരമായ ആദ്യ ചോദ്യം മനുഷ്യനിൽ ഉണരുന്നു. തുടർന്ന് ഈ കാണുന്നതെല്ലാം എന്ത്, ഇവയുടെയെല്ലാം ഉറവിടം ഏത്, ഇവയെല്ലാം തമ്മിലുള്ള ബന്ധമെന്ത് എന്നിങ്ങനെ ഈ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത് എന്നും ജീവിതത്തിന് അർത്ഥം നൽകാൻ എന്താണ് വഴി എന്നും വരെയുള്ള അന്വേഷണാത്മകമായ ചോദ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉയരുന്നു. ഇവയുടെയെല്ലാം ഉത്തരം തേടുന്ന മനുഷ്യർക്ക് മുമ്പിൽ തെളിഞ്ഞു കിട്ടുന്ന ആത്യന്തികമായ അഭിപ്രായത്തെയാണ്, കാഴ്ചപ്പാടിനെയാണ്, ദർശനത്തെയാണ് മതം എന്ന് വിളിക്കാവുന്നത്. അസ്തിത്വം സംബന്ധിച്ച, അതിന് പിന്നിലുള്ള ഉണ്മയെ സംബന്ധിച്ച മനുഷ്യൻ്റെ അന്വേഷണ ഫലമായി അവനിൽ ജന്മം കൊള്ളുന്ന ഏത് ദർശനവും അത് ആസ്തികമായാലും നാസ്തികമായാലും മതദർശനങ്ങൾ തന്നെയാണ്. ആസ്തിക മതദർശനങ്ങൾ പരമമായ ഒരു അദൃശ്യ ചൈതന്യത്തെ, പരമസത്തയെ സകലതിനും അധിഷ്ഠാനമായി കാണുമ്പോൾ, നാസ്തിക മതദർശനങ്ങൾ ഈ പ്രപഞ്ചത്തെ തന്നെ എല്ലാവരിൻ്റെയും അധിഷ്ഠാനമായി ദർശിക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. മറ്റൊരു കാര്യം, എത്ര മനുഷ്യരുണ്ടോ അത്ര തന്നെ മതദർശനങ്ങൾ സാധ്യമാണ് എന്നതാണ്. ദർശനങ്ങൾ ആസ്തികമായാലും നാസ്തികമായാലും സർവ്വചരാചരങ്ങളുടെയും അധിഷ്ഠാനമായി ഒരു ആകമാന ഉണ്മയെ, ഒരു പരമസത്തയെ, ഒരു ദൈവത്തെ സങ്കല്പിക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാം. ഈ സങ്കല്പം യുക്തിവിരുദ്ധമാണെന്ന് പറഞ്ഞുകൂടാ. വാസ്തവത്തിൽ യുക്തിബോധത്തിൻ്റെ ഉച്ചിയിൽ നിന്ന് എത്തി നോക്കിയാൽ മതി കേവല യുക്തിക്ക് അതീതമായ ഈ സങ്കല്പം അനിവാര്യമാണെന്ന് കാണാം. ഒരു ഉദാഹരണം പറയാം. കൈനറ്റിക് എനർജി, അതായത് ചാലകോർജം, നമുക്ക് മൂർത്തമായി കാണാവുന്നതും അനുഭവിക്കാവുന്നതുമാണ്. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജത്തിൻ്റെ കാര്യമോ? അത് അമൂർത്തമാണ്, കാണാനാവില്ല, അനുഭവേദ്യവുമല്ല. എന്നിരിക്കലും ഏതൊരു ചാലകോർജത്തിൻ്റെ പിന്നിലും അതിൻ്റെ അടിസ്ഥാനമായി ഒരു സ്ഥിതികോർജത്തെ നമുക്ക് സങ്കല്പിക്കാതിരിക്കാനാവില്ലല്ലോ. അതുപോലെ ബൗദ്ധിക യുക്തിക്ക് കാണാനാവില്ലെങ്കിലും വിശേഷബുദ്ധിയുടെ ഉന്നത തലമായ മനുഷ്യൻ്റെ കൽപ്പനാശക്തിക്ക് തൻ്റെയും സകലതിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിയായി വർദ്ധിക്കുന്ന ഒരു ആകമാന സത്തയെ, ഉണ്മയെ, ദൈവത്തെ സങ്കല്പിക്കാതിരിക്കാനാവില്ല. അതുപോലെ ബൗദ്ധിക യുക്തിക്ക് കാണാനാവില്ലെങ്കിലും വിശേഷബുദ്ധിയുടെ ഉന്നത തലമായ മനുഷ്യൻ്റെ കൽപ്പനാശക്തിക്ക് തൻ്റെയും സകലതിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിയായി വർദ്ധിക്കുന്ന ഒരു ആകമാന സത്തയെ, ഉണ്മയെ, ദൈവത്തെ സങ്കല്പിക്കാതിരിക്കാനാവില്ല. അതൊരിക്കലും പുരോഹിത മതങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിദൈവങ്ങളല്ല എന്നിവിടെ പ്രത്യേകം ഓർക്കണം. അത് എന്നിലും എല്ലാവരിലും എല്ലാത്തിലും അരൂപിയായി വർത്തിക്കുന്ന സജീവ സത്തയാണ്. അപരിമിതമായ അനന്തതയെ പുൽകുന്ന ആ സത്തയുടെ ഉണ്മയുടെ സ്വരൂപം ആസ്തികർക്കും നാസ്തികർക്കും ഒരുപോലെ അജ്ഞേയമായിരിക്കും എക്കാലവും. മനുഷ്യർ പരിമിതരാണ് എന്നതാണ് അതിന് കാരണം. ഒരു തുള്ളിക്ക് സമുദ്രത്തെ ഉൾക്കൊള്ളാനാവാത്തതുപോലെയാണത്. എന്തായാലും മതമെന്ന് വ്യവഹരിക്കാൻ യോഗ്യതയുള്ള മുകളിൽ പരാമർശിച്ച ഏത് ദർശനത്തിലൂടെ നോക്കിയാലും താനും മറ്റുള്ളവരും ആത്യന്തികമായി ഒരേ ഒരു സത്യത്തിൻ്റെ, സത്തയുടെ അല്ലെങ്കിൽ ഉണ്മയുടെ സൃഷ്ടികളോ അംശങ്ങളോ ആ ഉണ്മയിൽ ഒന്നായിരിക്കുന്നവരോ ആണെന്ന അവബോധം മനുഷ്യന് ലഭ്യമാകുന്നു. യേശുവിൻ്റെ മാനുഷികമായ പദാവലി ഉപയോഗിച്ചാൽ എല്ലാവരും കുറഞ്ഞപക്ഷം ഒരേ പിതൃത്വമുള്ളവരാണെന്ന്, ഒരേ പരമപിതാവിൻ്റെ മക്കളാണെന്ന്, നേർ സഹോദരരാണെന്ന് വരുന്നു. നാസ്തിക ദർശനമനുസരിച്ച് ഒരേ പ്രകൃതിയുടെ സൃഷ്ടികളോ അംശങ്ങളോ പ്രകൃതി തന്നെയോ ആയ ഞാനും മറ്റുള്ളവരും പൊതുവായ ഒരു പ്രകൃതി നിയമത്താൽ പരസ്പര ബന്ധിതരും തന്മൂലം ബന്ധുക്കളുമാണ് എന്ന അവബോധമാണ് മനുഷ്യരിൽ ഉണർത്തുന്നത്. സ്വതന്ത്രമായ ഏത് സത്യാന്വേഷണവും അവസാനം എത്തിച്ചേരുക വ്യത്യസ്ത രീതികളിലാണെങ്കിലും ഇപ്രകാരം ഏകത്വ ദർശനത്തിലും സാഹോദര്യ ഭാവത്തിലുമാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാവും. ചുരുക്കത്തിൽ ഓരോരുത്തരുടെയും ഉള്ളിലെ സ്നേഹഭാവത്തെ ഉത്തേജിപ്പിക്കുന്ന രാസത്വരകമായും സ്നേഹത്തിൻ്റെ ആന്തരിക യുക്തിയും ദാർശനിക അടിത്തറയുമായും നിലകൊള്ളുകയാണ് ഓരോ മതവും. ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ അവയെല്ലാം നിർവഹിക്കുന്നത് ഒരേ ധർമ്മം തന്നെയാണ്. അതായത് വ്യത്യസ്തവും വേറിട്ടതുമായി കാണപ്പെടുന്ന സകലതും ഒരേ ഒരു ഏകത്വമാണെന്ന് അവബോധം നൽകി അതിൻ്റെ വെളിച്ചത്തിൽ വിടരാൻ വെമ്പി നിൽക്കുന്ന താമരപ്പൂ സൂര്യപ്രകാശത്തിൽ എങ്ങനെ വിടരുന്നുവോ അങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള സ്നേഹഭാവത്തെ ഉദ്ദീപിപ്പിച്ച് ഉണർത്തുക എന്ന ധർമ്മം. ഈ ധർമ്മനിർവഹണം അനിസ്യൂതം, ശ്വാസോച്ഛ്വാസ പ്രക്രിയ പോലെ നിരന്തരം നടന്നെങ്കിൽ മാത്രമേ തമ്മിൽ സ്നേഹിച്ചും ശുശ്രൂഷിച്ചും കൊണ്ടും കൊടുത്തുമുള്ള ഒരു വിശ്വകുടുംബമായി മനുഷ്യ സമൂഹത്തിന് മാറാനാകൂ. ഈ മതപ്രക്രിയ നടക്കാത്തതുകൊണ്ടാണ് വസുധൈവ കുടുംബകമെന്ന ഭാരത ഋഷിമാരുടെ സ്വപ്നവും ദൈവരാജ്യമെന്ന യേശുവിൻ്റെ സ്വപ്നവും എന്തിന് വർഗരഹിത കമ്മ്യൂൺ വ്യവസ്ഥയെന്ന മാർക്സിൻ്റെ സ്വപ്നവും വെറും സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുന്നത്.
ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ച പ്രകാരം മതം എന്ന വാക്ക് വ്യഞ്ജിപ്പിക്കുന്ന ആത്യന്തികമായ അഭിപ്രായം അല്ലെങ്കിൽ ദർശനം എന്ന അർത്ഥത്തിൽ തന്നെ മതത്തെ മനസ്സിലാക്കുന്ന പക്ഷം ഇന്ന് മതങ്ങളെന്ന് വ്യവഹരിക്കപ്പെടുന്ന പുരോഹിത സംഘടിത മതങ്ങൾ മതങ്ങളെയല്ല എന്ന് കണ്ടെത്താനാകും. എന്നല്ല, കൂടുതൽ ആലോചിച്ചാൽ അവ മതവിരുദ്ധങ്ങളാണെന്നും കണ്ടെത്താൻ കഴിയും. കാരണം മനുഷ്യനിലെ മൗലിക ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന മട്ടിൽ വിശ്വാസ പ്രമാണങ്ങൾ എന്ന പുരോഹിത സൃഷ്ടമായ റെഡിമെയ്ഡ് ഉത്തരങ്ങൾ മതസിദ്ധാന്തങ്ങളായി അടിച്ചേൽപ്പിച്ച് മനുഷ്യൻ്റെ അന്വേഷണ ബുദ്ധി കുഞ്ഞിലെ തന്നെ മരവിപ്പിക്കുകയും സ്വതന്ത്രമായ സത്യാന്വേഷണം വിലക്കി യഥാർത്ഥ മതത്തിലേക്കുള്ള വഴി തടയുകയുമാണവ ചെയ്യുന്നത്. മനുഷ്യന് അനുഗ്രഹമായി ലഭിച്ച വിശേഷ ബുദ്ധിയിൽ സഹജമായി ഉദിച്ചുയർന്ന മൗലിക ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി മനുഷ്യൻ നടത്തുന്ന പർവ്വതാരോഹണത്തിൻ്റെ കൊടുമുടിയിലെത്തി നിന്നുള്ള സമഗ്ര കാഴ്ചയാണ്, ദർശനമാണ് യഥാർത്ഥ മതമെങ്കിൽ നിങ്ങൾ പർവ്വതമൊന്നും താണ്ടേണ്ട, ഞങ്ങൾ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളിലും വിശ്വാസ സത്യങ്ങളിലും ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളിലും വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് സ്വന്തം ബോധ്യങ്ങളുണ്ടാകാൻ മനുഷ്യനെ അനുവദിക്കാതിരിക്കുകയാണ് പുരോഹിത മതങ്ങൾ ചെയ്യുന്നത്. അത് മനുഷ്യൻ്റെ വിശേഷ ബുദ്ധിയെ തളച്ചിടുകയും സർഗാത്മകതയെ മരവിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. തന്മൂലം ഓരോ മനുഷ്യൻ്റെയും ബോധത്തിൻ്റെ അഗാധതയിൽ നിന്ന് മുളപൊട്ടേണ്ട ഏകാത്മക ദർശനത്തിനോ ഹൃദയത്തിൽ നിന്ന് ഉറവെടുക്കേണ്ട സാഹോദര്യഭാവത്തിനോ അടിത്തറ പണിയാൻ മനുഷ്യനെ അനുവദിക്കാതിരിക്കുകയാണ് അവ ചെയ്യുന്നത്. ഇപ്രകാരം ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും മതദർശനങ്ങൾ ഉറപ്പായും ഉണ്ടാക്കുമായിരുന്ന സ്നേഹവിപ്ലവത്തിന് തടയിടുകയാണ് പുരോഹിത മതങ്ങൾ ചെയ്യുന്നത് എന്ന് കാണാനാകും. വിശേഷ ബുദ്ധി ഓരോ മനുഷ്യനുമാണ് നൽകപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ സമൂഹത്തിന് മൊത്തമായല്ല. ഓരോ മനുഷ്യനും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വന്തം ആന്തരികതയിൽ മാത്രമേ സത്യാന്വേഷണം നടത്താനാകൂ. അതൊരു സാമൂഹിക പ്രക്രിയയല്ല. അതിന് വീതിയേറിയ ആൾക്കൂട്ട വഴി സാധ്യമല്ല. ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും ദുർഗമവുമാകുന്നു എന്ന യേശുവിൻ്റെ വാക്കുകൾ ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ മതം തികച്ചും വ്യക്തിഗതമാണെന്നും അതിന് സംഘടിതമാകാനാവില്ലെന്നും വ്യക്തമാണ്. അതിനർത്ഥം സംഘടിത മതം മതമല്ല എന്ന് തന്നെയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഒരു ആചാര്യൻ്റെയോ തൻ്റെ തന്നെയോ മതദർശനം നൽകുന്ന പാരസ്പര്യബോധത്തിൽ ആദിമസഭയിലേതുപോലെ മനുഷ്യർ കൂട്ടായ്മ ജീവിതം നയിക്കുന്നെങ്കിൽ അതൊരു സംഘടിത മതമാകുന്നില്ലേ എന്നൊരു സംശയം ഇവിടെ ഉണ്ടാകാം. തീർച്ചയായും അത് സംഘടിത മതമാകുന്നില്ല എന്ന് മാത്രമല്ല, ഏതൊരു മതദർശനത്തിൻ്റെയും ഫലമായി സംഭവിക്കേണ്ടതാണ് അത്തരം കൂട്ടായ്മ ജീവിത സമ്പ്രദായങ്ങൾ. സൂക്ഷ്മമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് എന്നതിനാൽ അതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കട്ടെ. ഒരു മതസമൂഹത്തിനുള്ളിൽ നിലവിലുള്ളത് അധികാര സംവിധാനമാണോ ശുശ്രൂഷ സംവിധാനമാണോ എന്നതിനെ ആശ്രയിച്ചാണ് അതൊരു സംഘടിത മതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. പുരോഹിത മതങ്ങളെല്ലാം അധികാര ഭരണത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടത് സംഘടിത മതങ്ങളാണ്. എന്നാൽ യേശുവിൻ്റെയോ മറ്റാരുടെയെങ്കിലുമോ മതത്തിൽ, അതായത് ദർശനത്തിൽ ആകർഷകരായി ഒന്നിച്ചുകൂടി കൂട്ടായ്മയിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ ഒരു അധികാര ഭരണ സംവിധാനം ഉണ്ടാകുന്നില്ല. മൈത്രീഭാവം മുന്തി നിൽക്കുന്ന ഒരു ശുശ്രൂഷ സംവിധാനമായിരിക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെ മതാധ്യാത്മികതയുടെ ധാർമ്മിക അധികാരത്തിന് കീഴിൽ ജനങ്ങൾ ഒരുമിച്ച് വന്ന് പാരസ്പര്യ ജീവിതം നയിക്കുന്നുവെങ്കിൽ അതിനെ മതാനുസൃതമായ ജീവിത സംസ്കാരമായി വേണം കാണാൻ. അത്തരം മാതൃകാ സമൂഹങ്ങളിൽ നേതൃമന്യന്മാരും പണ്ഡിതമന്യന്മാരും അധികാരദാഹികളുമായ അലസന്മാർ നുഴഞ്ഞു കയറി അതിലെ മുഖ്യ ആചാര്യനെയോ ഇതിഹാസ നായകനെയോ ആരാധ്യനും ദൈവവുമാക്കുന്ന ദൈവശാസ്ത്രങ്ങളും തുടർന്ന് അനുഷ്ഠാനങ്ങളും ചമച്ച് തങ്ങളുടേതായ അധികാരഘടന വ്യവസ്ഥാപിച്ചുകൊണ്ട് സംഘടിത മതങ്ങളാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം മതവിരുദ്ധ വ്യാജ മതങ്ങളാണ് ഇന്ന് മതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. തുടക്കത്തിൽ പരാമർശിച്ച എല്ലാ വിഭാഗങ്ങളിലും പെട്ട പുരോഗമനവാദികൾ തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് ഈ മതങ്ങളെ മാത്രമാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവയെ മതങ്ങളെന്ന് വ്യവഹരിക്കാതെ പുരോഹിത മതങ്ങൾ എന്ന് തന്നെ വ്യവഹരിക്കേണ്ടതുണ്ട് എന്നതാണ് ഞാനിവിടെ പറയുന്നതിൻ്റെ ചുരുക്കം. സ്വതന്ത്ര ചിന്തകരും സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്നവരും ധീരരുമായ അനേകർ ഈ പുരോഹിത മതങ്ങളെ മതങ്ങളെന്ന് വ്യവഹരിക്കുന്നതിലൂടെ വിശേഷ ബുദ്ധിയുടെ വികാസപൂർണതയായ യഥാർത്ഥ മതങ്ങൾ കൂടി ജീവിത ദർശനങ്ങൾ കൂടി ഫലത്തിൽ നിരാകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് നാം കാണണം. മതം എന്ന വിശുദ്ധ പദത്തെ പൗരോഹിത്യത്തിന് വിട്ടുകൊടുക്കുകയാണവർ ഇതിലൂടെ ചെയ്യുന്നത്. അത് ശരിയോ എന്ന് എല്ലാവരും ആലോചിക്കട്ടെ. വിശാലമായ അർത്ഥത്തിൽ മതനവീകരണമെന്നാൽ മതത്തിന് മേലുള്ള പൗരോഹിത്യത്തിനെ പിടി അയപ്പിച്ചും പിടി വിടുവിപ്പിച്ചും മതത്തെ പുരോഹിതമുക്തമാക്കുക എന്നതാണ്. ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും പൗരോഹിത്യത്തിനെതിരെ നീങ്ങിയവരായിരുന്നു
ബുദ്ധനും യേശുവും നാരായണഗുരുവും ഉൾപ്പെടെ എല്ലാ നവോത്ഥാന നായകരുമെന്ന് നമുക്കിവിടെ ഓർക്കാം. അവരെല്ലാം തങ്ങളുടെ മതദർശനങ്ങളിലൂടെ മനുഷ്യന് ബോധത്തെ ഔന്നത്യത്തിലേക്ക് ഉയർത്തി മൂല്യാധിഷ്ഠിതമാക്കുകയാണ് ചെയ്തത്. മതത്തിൻ്റെ ആത്യന്തിക ധർമ്മം ലോകത്ത് ഒരു വിശ്വ കുടുംബ വ്യവസ്ഥിതി അല്ലെങ്കിൽ ദൈവരാജ്യം വ്യവസ്ഥാപിക്കാൻ ആവശ്യമായ സാംസ്കാരിക നവോത്ഥാനത്തിന് മുന്നോടിയായി നടക്കേണ്ട ആധ്യാത്മിക വിപ്ലവത്തിന് തിരികൊളുത്തുക എന്നതാണ്. പുരോഹിത മതങ്ങളെ തള്ളിക്കളയുന്നത് കൊണ്ട് മാത്രം ഈ ആധ്യാത്മിക വിപ്ലവം സംഭവിക്കുകയില്ല എന്നുകൂടി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പുരോഹിത ശല്യങ്ങൾ ഒഴിവാകുമ്പോഴത്തെ സമാധാനവും സന്തോഷവും നേട്ടവും വ്യക്തിതലത്തിലും സമൂഹതലത്തിലും അതുമൂലം ഉണ്ടാകുമെന്നത് ശരിയാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ജനങ്ങൾ താരതമ്യേന സന്തുഷ്ടരായിരിക്കുന്നതിൻ്റെ കാരണം അതുതന്നെയാണെന്നും കരുതാം. എന്നാൽ അവിടെയൊന്നും ഒരു നവോത്ഥാന ദർശനമോ അതിനാവശ്യമായ മൂല്യബോധമോ അതിനുള്ള ആന്തരിക ഊർജ്ജമോ ഉരുത്തിരിയുന്നതായി നാം കാണുന്നില്ല. ലോകത്തിന്ന് വ്യവസ്ഥാപിതമായിരിക്കുന്ന മത്സരാധിഷ്ഠിത നവകൊളോണിയൽ വ്യാവസായിക കമ്പോള വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ മാമോൻ വ്യവസ്ഥിതിയുടെ കേവലം ഗുണഭോക്താക്കളായി ജീവിക്കാനല്ലാതെ മനുഷ്യ സ്നേഹത്തിലും സഹവർത്തിത്വ മൂല്യങ്ങളിലും അധിഷ്ഠിതമായ ഒരു മാനുഷിക ലോകം സ്വപ്നം കാണാൻ പോലും ഈ സന്തുഷ്ട രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യമെന്ന് കഴിഞ്ഞ കുറേ വർഷമായി അറിയപ്പെടുന്ന ഫിൻലൻഡിലെ ഒരു വർഷത്തെ ആത്മഹത്യാ നിരക്ക് 2019 കണക്കനുസരിച്ച് 1,13,4 പേരാണെന്നും ഇന്ത്യയിൽ അത് 1,12,9 പേരാണെന്നും കാണുന്നു. അല്പമെങ്കിലും കുറവ് ഇന്ത്യയിലാണെന്നർത്ഥം. ഇതിൽ നിന്നും തന്നെ പുരോഹിത മതങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടൽ കൊണ്ട് മാത്രം മനുഷ്യകുലം രക്ഷപ്പെടില്ല എന്ന് വ്യക്തമാകുന്നു. അതിന് വ്യക്തമായ ജീവിതാവബോധവും ലക്ഷ്യസാക്ഷാത്കാരത്തിനായി സ്വയം മറക്കുന്ന കർമ്മധീരതയും ഉള്ളിൽ വിരിയിക്കുന്ന മതദർശനങ്ങൾ തന്നെ വേണം. അതുകൊണ്ട് മതത്തിൽ നിന്നുള്ള മുക്തിയല്ല, മറിച്ച് നിലവിലുള്ള മതങ്ങളെ പുരോഹിതമുക്തമാക്കി പുതുക്കിപ്പണിതും പുതിയ മതങ്ങൾ സൃഷ്ടിച്ചും മതങ്ങൾ അവൻ്റെ നവോത്ഥാന വഴി വെട്ടുകയാണ് ആവശ്യമായിരിക്കുന്നത്. ഞാൻ നിർത്തട്ടെ. ഇതുവരെ എന്നെ കേട്ട എല്ലാവരോടും സ്നേഹം, നന്ദി.